അള്ളാഹു അമ്പിയാക്കൾക്ക് നൽകിയ ഏറ്റവും ഉന്നതമായ ഈ മൂല്യം, ഇത് ഈ സാധുവായ എൻ്റെ കൽവിൽ നിൽക്കുമോ? ഇത് പൊയ്പോകുമോ? ഇത് തെറിച്ചു പോകുമോ? ഇത് പോയാൽ പിന്നെ എൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത് എന്നൊരു ദുഃഖം ഓരോ ആണിൻ്റെയും ഓരോ പെണ്ണിൻ്റെയും മനസ്സിൽ വേണം. എത്ര കൊല്ലമായി സഹോദരന്മാരെ നോമ്പ് നോൽക്കുന്നു. കഴിഞ്ഞ കൊല്ലം നമ്മൾ നോമ്പ് നോറ്റവരാണ്, അതിൻ്റെ മുമ്പിലത്തെ കൊല്ലവും നോമ്പ് നോറ്റവരാണ്. ഇക്കൊല്ലവും നമ്മൾ നോമ്പ് നോൽക്കുന്നു. എന്തിനു നോമ്പ് നോൽക്കണം? അതിന്റെ കാരണം പറയുന്നു, ഈമാൻ വർദ്ധിക്കാൻ വേണ്ടിയാണ്. അല്ലാ, ഇനി ഇത് വർദ്ധിച്ചിട്ടില്ലേ? ഇത് വർദ്ധിക്കുമായിരുന്നു. പക്ഷേ ഭൗതിക ലോകത്തിന്റെ പലജാതി വിഷയങ്ങളിൽ കെട്ടുമണഞ്ഞ് ജീവിക്കുമ്പോൾ നമ്മളെ സ്നേഹവും നമ്മളെ ബന്ധവും മറ്റു പലതിലേക്കും കൂടി പോയപ്പോൾ ഈമാന്റെ വോൾട്ടേജ് ഇങ്ങനെ കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ആ ഒരു പോരായ്മ പരിഹരിക്കുവാനുള്ള മാർഗമെന്ന നിലയിൽ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമയെ വർദ്ധിപ്പിക്കുക. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. റമളാനിൽ ദുആ ചെയ്യേണ്ട ദുആ, സഹോദരിമാർ ഈ ദുആ പ്രത്യേകമായി ചൊല്ലുക, പഠിക്കുക. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറയട്ടെ, ഇന്ത്യയിൽ ജനിച്ച് ഇന്ത്യയിൽ ജീവിക്കുന്ന ഒരു പൗരൻ, ആ പൗരൻ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ സ്കൂളിൽ പഠിക്കുന്ന സമയം സ്കൂളിന്റെ വിശാലമായ ക്യാമ്പസിൽ അസംബ്ലി നടക്കുകയാണ്. ആ അസംബ്ലിയിൽ വെച്ച് സ്കൂൾ ഹെഡ് മാസ്റ്ററുടെ സാന്നിധ്യത്തിൽ പ്രതിജ്ഞ ചൊല്ലുകയാണ്. ആ പ്രതിജ്ഞയിൽ ഇങ്ങനെ ചൊല്ലിക്കൊടുക്കുന്നു, ഞാൻ ഇന്ത്യക്കാരനാണ്, ഇന്ത്യ എൻ്റെ രാജ്യമാണ്, ഈ മുറ്റത്ത് നിൽക്കുന്ന എല്ലാവരും എൻ്റെ ജ്യേഷ്ഠാനുജന്മാരാണ് എന്നല്ല, ലോകത്തിലെല്ലാവരും എൻ്റെ സഹോദരന്മാരാണ്, ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും സഹോദരന്മാരാണ് എന്ന് ചൊല്ലിക്കൊടുക്കുമ്പോൾ ഒരു കുട്ടി പറഞ്ഞു, അതൊന്നും ചെല്ലാൻ കഴിയൂല, ഇതൊക്കെ എല്ലാ ദിവസവും ഇങ്ങനെ ചൊല്ലുക, ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറയണമെന്നുണ്ടോ എന്നൊരു കുട്ടി പറഞ്ഞാൽ ആ കുട്ടി ശിക്ഷാർഹനാണ്. ആ ഇന്ത്യയുടെ ഒരു പതാക, ആ പതാക ഒരു മുളയിൽ കെട്ടി അതിങ്ങനെ പാറിപ്പറക്കുകയാണ്. ആ പതാക പാറിപ്പറന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ബഹുമാനിക്കുവാൻ ഇന്ത്യയിലെ പൗരന് ബാധ്യതയുണ്ട്. ഇന്ത്യൻ ഭരണഘടനയുടെ 52ാമത്തെ വകുപ്പ് ദേശീയ പതാകയെ ബഹുമാനിക്കണം എന്നതാകുന്നു. പതാകയെ ബഹുമാനിച്ചു കൊള്ളണം. ഈ രാഷ്ട്രത്തിൽ ജീവിക്കുന്നവൻ രാഷ്ട്രത്തോട് വിധേയപ്പെട്ടുകൊണ്ട് മാത്രമേ അവര് ജീവിക്കാൻ പറ്റൂ. ആ പതാക 3 കളറാണ്. ആ 3 കളറുള്ള പതാകയുടെ നടുവിൽ അശോകചക്രമുണ്ട്. ആ 3 കളറുള്ള ആ പതാക ആര് വാങ്ങി ആര് തുന്നിച്ചാലും ശരി, അതേത് ഓഫീസിന്റെ മുന്നിലായാലും ശരി, അതിനോട് നമുക്ക് റെസ്പെക്റ്റ് ഉണ്ടാവണം. തിരിച്ച് നമ്മളതിനെ അവമതിച്ചാൽ ആ പതാക ഒരു തീപ്പെട്ടിക്കോലെടുത്ത് അതിനെ വല്ല അങ്ങ് തീക്കൊളുത്തിയാൽ എന്താണ് രാജ്യത്തിന്റെ ഭരണഘടന പറയുന്നത്? അത് ക്രിമിനൽ കുറ്റമാണ്. അവിടെ ഒരുപക്ഷെ നമ്മൾ ന്യായീകരിച്ചേക്കും. പോലീസ് വന്ന് പിടിക്കുമ്പോൾ നമ്മൾ പറയും, സാർ, ഞാൻ എന്റെ കാശ് കൊണ്ട് പതാകയുടെ ശീല വാങ്ങി, ഞാൻ എന്റെ കാശ് കൊണ്ട് തുന്നിച്ചു, ഞാൻ എന്റെ കാശ് കൊണ്ട് തീ വെച്ചു, ഞാൻ വാങ്ങിയത്, ഞാൻ തുന്നിയത്, ഞാൻ കത്തിച്ചതിന് ഞാൻ കുറ്റക്കാരനാണോ എന്ന ക്രോസിംഗ് കൊണ്ട് യാതൊരു കാര്യവുമില്ല. അവനെ ജയിലിലേക്ക് കൊണ്ടുപോകും. ഇത് ആധുനിക ലോകത്ത് നാം കാണുന്ന ഉദാഹരണമാണ് എങ്കിൽ ഇസ്ലാമിന് ഒരു ഫ്ലാഗ് ഉണ്ട്, ഇസ്ലാമിന് ഒരു പതാകയുണ്ട്, ഇസ്ലാമിനൊരു ഐഡന്റിറ്റി ഉണ്ട്. ആ ഐഡന്റിറ്റിയോടുള്ള ബാധ്യത നാം നിർവഹിക്കണം. അത് നമ്മൾ ചെയ്യുന്നില്ല എങ്കിൽ നമ്മളെ തികച്ചും കുറ്റകരമായ അനാസ്ഥയാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശ്വാസികളുടെ പതാകയായി അവര് ബഹുമാനിക്കേണ്ട ചിഹ്നമായി കുറെ എണ്ണം നമുക്ക് കാണിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് വിശുദ്ധ ഖുർആൻ. ആയാത്തു ഹഖ്ഖിൻ മിനർ റഹ്മാനി മുഹദസത്തുൻ ഖദീമത്തുൻ സിഫത്തുൽ മൗസൂഫി ബിൽ ഖിറമി ലം തഖ്തരിം ബിസമനിൻ വഹിയ തുഹ്ബിറുന അനിൽ മആദി വഅൻ ആദിൻ വഅൻ നിറമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ. മനുഷ്യോൽപത്തി മുതൽ ലോകത്ത് കഴിഞ്ഞുപോയ എല്ലാ തലമുറകളുടെയും ചരിത്രം അനാവരണം ചെയ്യുന്ന ഒരു വേദഗ്രന്ഥം, അടിച്ചമർത്തപ്പെടുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനു വേണ്ടി ധീരമായി ശബ്ദിക്കുന്ന ഏറ്റവും വലിയ സുന്ദരമായ ഒരു വേദഗ്രന്ഥം.
ആ ഗ്രന്ഥത്തിൽ പരാമർശിക്കാത്ത വിഷയങ്ങളില്ല. വിശ്വാസികളും അവിശ്വാസികളും തമ്മിലുള്ള ബന്ധങ്ങൾ എങ്ങനെ ആയിരിക്കണമെന്ന് വളരെ വിശദമായി അതിൽ ചർച്ച ചെയ്തിരിക്കുന്നു. ഒരാൾ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതോടെ ആ ദമ്പതികൾ തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കണമെന്ന് അതിൽ പറഞ്ഞിരിക്കുന്നു. വ്യാപാരികൾ വാങ്ങുന്നതിന് വേറെയും കൊടുക്കുന്നതിന് വേറെയും 2 തുലാസുകൾ ഉപയോഗിച്ചിരുന്ന കാലഘട്ടത്തിൽ അത് പാടില്ല എന്ന് വേദഗ്രന്ഥം ആ വ്യാപാരികളെ വിലക്കിയിരിക്കുന്നു. അങ്ങനെയുള്ള ചെറുതും വലുതുമായ സകല കാര്യങ്ങളും പ്രതിപാദിക്കുന്ന ഒരു വേദഗ്രന്ഥത്തോടുള്ള ആദരവ്, ബഹുമാനം വിശ്വാസിയിൽ ഉണ്ടാകണം എന്ന് ഖുർആൻ ആഹ്വാനം ചെയ്യുന്നു. മാത്രവുമല്ല, ആ വേദഗ്രന്ഥം എല്ലാ ദിവസവും കാലത്തെഴുന്നേറ്റ് ഒന്ന് മറിച്ചു നോക്കി അല്പം ഓതുക. ഈ റമദാനിൽ നമുക്കത് തുടങ്ങാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഉമർ റളിയല്ലാഹു അൻഹു എല്ലാ ദിവസവും വിശുദ്ധ വേദഗ്രന്ഥം അതാ എടുത്ത് നോക്കി അത് ചുംബിക്കുക പതിവായിരുന്നു. ഖുർആൻ ചുംബിക്കുക വിശ്വാസത്തിന്റെ വർധനവിനുള്ള മാർഗങ്ങളാണ്. നീ വിശ്വാസിയാണോ അല്ലേ എന്ന് തിരിച്ചറിയാനുള്ള അടയാളങ്ങളാണ്. ഖുർആൻ നിന്നോടുകൂടെയുണ്ടോ? നീ ഖുർആന്റെ ആളാണോ? നാളെ ഖബറിലെത്തിയാൽ നിന്നോട് ചോദിക്കുന്ന ചോദ്യം, നിന്റെ ഇമാം വമാ ഇമാമുക, നിന്റെ ഇമാം ഏതാണെന്ന് നിന്നോടൊരു ചോദ്യം വരും. ചില ആളുകൾ ഈ വാചകത്തെ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. ഇവിടെ നാട്ടിൽ ജീവിക്കുമ്പോൾ ഇമാം ആരാണെന്ന് ചോദിച്ചാൽ പറയും പള്ളിയിലെ ഇമാമാണ്. ആരാണ് നിങ്ങളെ ഇമാമ്? അതേതെങ്കിലും ഒരു സഖാഫിയാണ്, അല്ലെങ്കിൽ ഒരു ഫൈസിയാണ്, ഏതെങ്കിലും ഒരു ഉസ്താദാണെന്ന് പറയും. ഖബറിലെത്തിയിട്ട് മുങ്കർ നക്കീർ ചോദിക്കുന്നു, വമാ ഇമാമുക, ഇമാമ് ആരാണ്, എന്താണ്? അപ്പൊ പറയുന്നു അൽ ഖുർആനു ഇമാമി. ദുനിയാവിൽ ഷാഫിയാണ് ഇമാമ് എന്നും ഉസ്താദാണ് ഇമാമ് എന്നും പറയുമ്പോൾ ഖബറിൽ അത് തെറ്റിപ്പോകുന്നില്ലേ? വൈരുദ്ധ്യമല്ലേ? അല്ല. വമാ ഇമാമുക, നിന്റെ മാർഗദർശിയായ ഗ്രന്ഥം ഏതാണ്? വമാ ഇമാമുക എന്നാണ് ചോദ്യം. വമൻ ഇമാമുക എന്ന് ചോദിച്ചിരുന്നുവെങ്കിൽ അവിടെ നമുക്ക് പറയാനുള്ള മറുപടിയുണ്ട്. വമൻ ഇമാമുക, നിന്റെ ഇമാം ആരാണ്? അതിന്റെ ഒരു മറുപടി, ഞങ്ങളുടെ മഹത്തായ ഈ പ്രസ്ഥാനത്തിന്റെ കർമ്മപരമായ കാര്യങ്ങൾ അത് കല്ലും നെല്ലും വേർതിരിച്ച് അത് അധ്യായങ്ങളായി ചാപ്റ്ററുകളായി വേർതിരിച്ച് ഞങ്ങൾക്ക് നൽകിയിട്ടുള്ളത് ഇമാം ഷാഫിഈ ആണ് എന്ന് നമുക്ക് പറയാം. അല്ല, ഞങ്ങളുടെ നാട്ടിൽ എനിക്ക് നിസ്കാരം എന്ന് അറിഞ്ഞുകൂടായിരുന്നു, ഞാൻ നിസ്കാരമെല്ലാം പഠിക്കാൻ തുടങ്ങിയത് എന്റെ നാട്ടിലെ ഇന്ന ഇമാമിലൂടെയാണ്. മുങ്കർ നക്കീറിനോട് പറയാം, ചോദിച്ചാൽ പറയാം. ചോദിക്കുമ്പോൾ പറയാൻ പറ്റാത്ത ഇമാമുമാരല്ല നമുക്കുള്ളത്. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വരുന്നത് മാർഗദർശിയായ വേദഗ്രന്ഥം, ആ ഗ്രന്ഥത്തെ റെസ്പെക്ട് ചെയ്യുക. ആ ഖുർആൻ ഇഫ്ലാക്കിയ ഒരു കുട്ടിയെ കാണുമ്പോൾ ബഹുമാനം കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുക. ആ ഖുർആനുമായുള്ള ബന്ധം അങ്ങനെ വർദ്ധിപ്പിക്കുക. കാലത്ത് എഴുന്നേറ്റ് ആ ഖുർആൻ പാരായണം ചെയ്യുക. ഒരു ദിവസം തീരെ സമയമില്ല, കാരണം ജോലി ബസ്സിലെ കണ്ടക്ടർ ജോലിയാണ്, അല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഏറ്റവും തിരക്കുള്ള ഡ്രൈവറാണ്. രാവിലെ സുബഹിക്ക് എഴുന്നേൽക്കാൻ അല്പം വൈകിപ്പോയി. സുബഹി നിസ്കാരം കഴിഞ്ഞ് ഖുർആൻ എടുത്ത് നിവർത്തിയപ്പോഴേക്ക് പോകേണ്ട സമയമായി. മൊബൈൽ ഇങ്ങനെ ഒച്ചയിട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഓതണ്ട, മെല്ലെ ആ മുസഹഫ് എടുത്തൊന്ന് ചുംബിച്ച്, പടച്ചവനെ നിന്റെ ഗ്രന്ഥമാണ്, നിന്റെ കത്താണ്, ഈ ഗ്രന്ഥത്തെ എനിക്ക് ബഹുമാനമാണ്. വിശ്വാസി ഇത് കാത്തു സൂക്ഷിക്കുന്നുവെങ്കിൽ അവന്റെ വിശ്വാസത്തിന്റെ വോൾട്ടേജ് ഇങ്ങനെ വർദ്ധിക്കും. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ദിവസം അതാ സവാദ് ബിൻ ഖാരിബിനെ ദൂരെ നിന്ന് കണ്ടു. ചരിത്രത്തിൽ പറയുന്നു, സവാദ് ബിൻ ഖാരിബ് ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിന്റെ കഠിന വിരോധിയായിരുന്നു. പിന്നീട് അദ്ദേഹം ഇസ്ലാമിൽ വരികയും ഇസ്ലാമിക സമൂഹത്തിന്റെ നേതാവായി മാറുകയും ചെയ്തു. ആ സവാദ് ബിൻ ഖാരിബ് എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടപ്പോൾ മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ദൂരെ നിന്നിങ്ങനെ നോക്കി. വല്ലാത്തൊരു വെളിച്ചം, വല്ലാത്തൊരു വെളിച്ചം. അല്ലാഹു തആല ആ വെളിച്ചം നമ്മുടെ മുഖത്തും നമ്മുടെ ഖൽബിലേറ്റി തരട്ടെ. യാതൊരു കഴിവുമില്ല, സാമ്പത്തികമായ ഒരു ശേഷിയുമില്ല, പോഷകമൂല്യങ്ങൾ ഉള്ള ആഹാരമൊന്നും കിട്ടാറില്ല. പക്ഷേ
ആ മദ്രസാ മുഅല്ലിമിന്റെ മുഖത്ത്, ആ പള്ളിയിൽ ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിനിന്റെ മുഖത്ത്, അതാ ആ കൊടുവള്ളി അങ്ങാടിയിലെ ഏറ്റവും വാടക കുറഞ്ഞ ഒരു ചെറിയ കടയുണ്ട്. ആ കടയിൽ കച്ചവടം നടത്തുന്നൊരു വ്യാപാരി, ആ വ്യാപാരിയുടെ മുഖത്ത് എന്തോ ഒരു വല്ലാത്ത വെളിച്ചം, വിശ്വാസിയുടെ അടയാളമായി ലഭിക്കുന്ന വെളിച്ചം. ആ മുഖത്തിങ്ങനെ വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുകയാണ്. മെല്ലെ നാം അദ്ദേഹത്തോട് ചോദിക്കൂ, സലാം പറഞ്ഞ് ബന്ധപ്പെടൂ. ആ വെളിച്ചത്തിന്റെ കാരണം അയാൾ നിങ്ങൾക്ക് പറഞ്ഞു തരും. സവാദ് ബിൻ ഖാരിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് വെളിച്ചം കണ്ടപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, വലിയ ഈമാന്റെ കേന്ദ്രമല്ലേ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, എന്താണ്, എത്ര വോൾട്ടേജാണ് ആ ഈമാനുള്ളത്? മഖാം ഇബ്രാഹിം കണ്ട സമയം ആ മഖാം ഇബ്രാഹിമിന്റെ അടുത്തേക്ക് പോയി. അവിടെ ചെന്ന് കുറെ നോക്കി നിന്ന് പിന്നെ ഉടനെ തന്നെ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞല്ലോ, നബിയെ, ഈ മഖാമിനെ ബഹുമാനപൂർവം പ്രാർത്ഥിക്കുന്ന കേന്ദ്രമാക്കിയാൽ പറ്റില്ലേ? റസൂലുള്ളാഹി പറയുന്നു, ഉമറേ, അള്ളാഹുവിന്റെ വഹി വന്നാൽ നമുക്ക് ചെയ്യാം. ആ സമയത്ത് നസലൽ അമീനു മലക്ക് ജിബ്രീൽ, വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ല വഅഹിദ്നാ ഇലാ ഇബ്രാഹീമ വഇസ്മാഈൽ അൻ തഹിറാ ബൈതിയ ലിത്വായിഫീന വൽആകിഫീന വറുക്കഇ സുജൂദ്. ഓ നബിയെ, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിലുള്ള ആഗ്രഹം നിങ്ങൾ കേട്ടില്ലേ? ആ ആഗ്രഹം നാം അംഗീകരിച്ചിരിക്കുന്നു. മഖാം ഇബ്രാഹിമിന്റെ സമീപത്ത് നിസ്കരിക്കൽ താങ്കൾക്ക് സുന്നത്താണ്, നിർവഹിച്ചുകൊള്ളുക. ഇന്നും മുസ്ലിം ലോകം നിർവഹിക്കുകയാണ്. ഈമാനുള്ള മനുഷ്യന്മാരുടെ ആഗ്രഹങ്ങൾ അള്ളാഹു കബൂലാക്കുകയാണ്. ആ ഉമറാണ് സവാദ് ബിൻ ഖാരിബിന്റെ മുഖത്ത് നോക്കിയപ്പോൾ വല്ലാത്തൊരു വെളിച്ചം കാണുന്നത്. കണ്ട ഉടനെ സവാദ് ബിൻ ഖാരിബിന്റെ അടുത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ട് ചോദിക്കുന്നു, സലാം പറഞ്ഞതിന് ശേഷം, എന്താണ് ഈ വെളിച്ചം നിങ്ങളുടെ മുഖത്ത് എങ്ങനെയാണ് വരുന്നത്? അപ്പോഴാണ് സവാദ് ബിൻ ഖാരിബ് പറയുന്നു, അശ്ഹദു അന്നല്ലാഹ ലാ റബ്ബ ഗൈറുഹു വഅന്നക മഅ്മൂനുൻ അലാ കുല്ലി ഗായിബി. ആ ബൈത്ത് ഇതെല്ലാം തുടങ്ങിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നു, അല്ലയോ സവാദ്, ആ ബൈത്ത് ഒരു തവണ കുറെ ഒക്കെ ചെല്ല്, എനിക്ക് കേൾക്കാൻ ആശ വരുന്നു. وأنك أدنى المرسلين وسيلة إلى الله ابن الأكرمين اللطائبين فمرنا بنا يأتيك في غير مرسل وإن كان فيما جاء شيب الذوائب وكل شفيئا يوم لا ذو شفاعتي سواك بمغن سواد بن قاربي. ഈ ബൈത്തങ്ങ് ചൊല്ലിയപ്പോൾ, കുറെ അങ്ങ് പാടിയപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു സവാദിനോട് പറയുന്നു, മതി, നിന്റെ പാട്ട് നിർത്തുക, മതിയായി പോയി. റസൂലുള്ളാഹിയുടെ മദ്ഹ് കേൾക്കുമ്പോൾ ആ ആനന്ദത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു ആറാടുകയാണ്. സവാദ് ബിൻ ഖാരിബ് പറയുന്നു, ഈ ബൈത്ത് ഞാൻ ചൊല്ലിയത് എന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുൻപിൽ ചൊല്ലിയ ബൈത്തുകളാണ്. ഏത് ആശയമാണോ ആ ആശയം കവിതാ രൂപത്തിൽ അവതരിപ്പിക്കുവാൻ കഴിയുന്ന സവാദ് ബിൻ ഖാരിബ് അതങ്ങ് പാടിയപ്പോൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ സവാദ് ബിൻ ഖാരിബിന്റെ മുഖത്ത് തടവുകയാണ്. ആ തടവിയത് അന്ന് മുതൽക്ക് ഉമർ ബിൻ ഖത്താബിനോട് സവാദ് പറയുന്നു, അന്ന് കിട്ടിയ വെളിച്ചം, എന്റെ മുഖത്തുള്ള ആ വെളിച്ചം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഫവസബ ഉമറു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്ന് ഒരൊറ്റ ചാട്ടം ചാടുകയും ഫഖബ്ബലഹു, മഹാനായ സവാദ് ബിൻ ഖാരിബിനെ വാരിമുത്തുകയും ചെയ്തുകൊണ്ട് പറയുന്നു, കുന്തു അസ്തഹി അൻ അസ്മഅ ഹാദൽ ഹദീസ മിൻക. ഈ ഹദീസ് അള്ളാഹുവിന്റെ ഹബീബുമായി താങ്കൾ ബന്ധപ്പെട്ട് അവിടുന്ന് നിങ്ങൾക്ക് പൊരുത്തം തന്ന കഥ നിങ്ങളെ വായിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് എനിക്ക് വലിയ ആശയുണ്ടായിരുന്നു, അതെനിക്കിപ്പോൾ സാധിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് സവാദ് ബിൻ ഖാരിബിന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വാരിമുത്തുകയാണ്. ഈമാന്റെ വെളിച്ചം കിട്ടേണ്ടവരോട് കിട്ടിയാൽ അത് വിശ്വാസത്തിന്റെ അടയാളമായി മുഖത്ത് തിളങ്ങും. കഴിഞ്ഞ ദിവസം ഞാനൊരു സഹോദരനുമായി കുറെ സംസാരിച്ച് ആ സംസാരമെല്ലാം കഴിഞ്ഞ് പിരിഞ്ഞപ്പോൾ എന്നോടൊരാൾ പറഞ്ഞു, അല്ല സഹോദരാ, നിങ്ങളെ അടുത്ത് ഇതുവരെ ഇരുന്ന വ്യക്തിയില്ലേ, ആ വ്യക്തിയുടെ കണ്ണ് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ പറഞ്ഞു, കണ്ണ് മാത്രം ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ മൊത്തം മുഖവും കണ്ണും എല്ലാം കണ്ടു, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല.
അപ്പൊ എന്നോട് ഇദ്ദേഹം പറയാണ്, നിങ്ങളെ കൂടെ ആയിരുന്ന മനുഷ്യൻ കാഴ്ചയിൽ നിങ്ങളുടെ ആളാണ്, അദ്ദേഹം പ്രസ്ഥാനത്തിന്റെ ആളാണ്, അദ്ദേഹം ഈമാന്റെ ആളാണ്, എല്ലാമാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ കണ്ണിലേക്ക് നോക്കിയപ്പോൾ മദ്യപാനത്തിൻ്റെതായ അടയാളങ്ങൾ ആ കണ്ണുകളിൽ ഇല്ലേ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല. കള്ള് കുടിച്ചവരെയും കുടിക്കാത്തവരെയും കണ്ണുകൾ വേറെ വേറെ ഞാൻ പരിശോധിച്ചിട്ടില്ല. നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഇനി ഞാൻ ശ്രദ്ധിച്ചു കൊള്ളാം. ആ സഹോദരൻ എന്നോട് പറയുന്നു, സ്ഥിരമായി മദ്യം കഴിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ മുഖത്ത് മദ്യപാനത്തിന്റെ അടയാളം ആ കണ്ണുകളിലുണ്ട്. സഹോദര, നീ കാണാത്തത് കൊണ്ടാണ്. പകൽമാന്യന്മാരായി നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാം അറിയുന്നവനാണ്. സീമാഹും ഫീ വുജൂഹിഹിം മിൻ അസരി സുജൂദ്. വിശ്വാസിയുടെ മുഖത്ത് ആ സുജൂദിന്റെ തിളക്കമുണ്ട്, നിസ്കാരത്തിന്റെ അടയാളമുണ്ട്. നാളെ മഹ്ശറാ ലോകത്ത് എല്ലാ ജനങ്ങളും ഒരുമിച്ച് കൂടുമ്പോൾ, മുഴുവൻ വിശ്വാസികളും ഒരുമിച്ച് കൂടുമ്പോൾ ഹബീബായ റസൂലുള്ളാഹിയുടെ അനുയായികളാണ് അവിടെ കൂടുതൽ ഉണ്ടാവുക. ഉബഹി ബികുമുൽ ഉമമ യൗമൽ ഖിയാമ. നാളെ ഖിയാമ ദിവസത്തിൽ നിങ്ങളാകുന്ന വിശ്വാസി സമൂഹത്തെ കൊണ്ട് ഞാൻ അഭിമാനിക്കും. ഞാനവിടെ അല്ലാഹുവിങ്കൽ അഭിമാനം പറയും, ഇത് എന്റെ അനുയായികളാണ്, എന്നിൽ വിശ്വാസമർപ്പിച്ചവരാണ്, എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലിയവരാണ്. അതുകൊണ്ട് ഇവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അവരെന്നെ ഇഷ്ടപ്പെടുന്നത് പോലെ എന്റെ പേരെപ്പോൾ കേൾക്കുന്നുവോ ആ സമയത്തൊക്കെയും സ്വലാത്ത് ചൊല്ലുന്നവർ, സ്വലാത്തിന്റെ മജ്‌ലിസ് എവിടെയുണ്ടോ അവിടെയെല്ലാം ഹാജരാകുന്നവർ, നിസ്കാരവും നോമ്പും നിർവഹിക്കുന്നവർ, ഇതെല്ലാം ചെയ്യുന്ന ഈ ജനങ്ങളെ കൊണ്ട് എനിക്ക് സന്തോഷമാണ്, എനിക്ക് അഭിമാനമാണെന്ന് പറയുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുന്നു, ആ ലക്ഷക്കണക്കിന് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്ന മഹ്ശറാ ലോകത്ത് എങ്ങനെയാണ് നിങ്ങളുടെ അനുയായികളെ നിങ്ങൾ തിരിച്ചറിയുക? ഹബീബ് റസൂലുള്ളാഹി പറയുന്നു, അവര് അവിടെ ഒരുമിച്ച് കൂടുന്നത്, എന്റെ സമീപത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അവർ വുളൂ ചെയ്യുന്ന കാരണത്തിന്റെ പേരിൽ അവരുടെ മുഖത്ത് പ്രകാശം ഉണ്ട്, അവരുടെ കൈകാലുകളിൽ വെളിച്ചമുണ്ട്, അവരുടെ മുഖത്ത് കാണുന്ന വെളിച്ചം വുളൂവിന്റെ വെളിച്ചമാണ്, നിസ്കാരത്തിന്റെ വെളിച്ചമാണ്, സുജൂദിന്റെ വെളിച്ചമാണ്, പ്രാർത്ഥനയുടെ വെളിച്ചമാണ്. ആ വെളിച്ചം കൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിക സമൂഹത്തെ നാളെ പരലോകത്ത് തിരിച്ചറിയും, വിശ്വാസിയുടെ അടയാളമാണ്. പക്ഷേ ആ അടയാളമൊന്നും ക്യാഷ് കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടുകയില്ല, പ്രാർത്ഥിച്ചിട്ട് മാത്രം അത് ലഭിക്കുകയില്ല. അതുകൊണ്ടാണ് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു പറയുന്നു, മുഅ്മിനീങ്ങൾ വിജയിച്ചു എന്ന ആദ്യത്തെ വാക്കിന് ശേഷം, ആ വാചകത്തിന്റെ ശേഷമുള്ള വാചകത്തിൽ പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. മുഹമ്മദ് എന്ന നബിയെ വിജയിച്ചു പോയി, വിജയിച്ചു കഴിഞ്ഞു, മുഅ്മിനീങ്ങൾ വിജയിച്ചു. അവർ പരാജയപ്പെട്ടു എന്ന് തോന്നിപ്പോകരുത്. ഇവിടെ ചില ഘട്ടങ്ങളിൽ അവർ പരാജയപ്പെട്ടു എന്നൊക്കെ ആരെങ്കിലും വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട്. ഒന്നോ രണ്ടോ കുട്ടികളുണ്ട്, ആ 2 കുട്ടികളും വാഹനാപകടത്തിൽ മരിച്ചപ്പോൾ അവരെ കാണിച്ചുകൊണ്ട് ആളുകൾ പറഞ്ഞു, അയാളെ കാര്യം അപകടമാണ്, ഒക്കെ കഴിഞ്ഞ്. 2 കുട്ടികളായിരുന്നു, 2ഉം മരിച്ചുപോയി. ഇന്നലെ കൊണ്ടുവന്നു മറവ് ചെയ്ത് ഞങ്ങളൊക്കെ പോയിരുന്നു, അയാളെ കാര്യം ബേജാറാണ്. ആ സമയത്ത് അതിന്റെ ഇപ്പുറത്ത് വെച്ച് സ്വർഗം വിളിച്ചു പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. സ്വർഗമാണിത് പറയുന്നത്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം ഖുർത്തുബി പറയുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, വിശ്വാസികൾ വിജയിച്ചു എന്ന് പറയുന്നത് ആരാണ്? സ്വർഗം വിളിച്ചു പറയുകയാണ്. സ്വർഗം റെഡിയായി നിൽക്കുന്നു. എന്നിട്ട് ആ സ്വർഗം തന്നെ വിളിച്ചു പറയുന്നു, വിശ്വാസികൾ വിജയിച്ചിട്ടുണ്ട്, അവര് വിജയിച്ചിട്ടുണ്ട്, അവർക്ക് പരാജയമില്ല. പക്ഷേ അതിനുശേഷം 6-7 അടയാളങ്ങൾ പറയുന്നുണ്ട്. ആ അടയാളങ്ങൾ നമ്മളെ പ്രവർത്തനത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ മാത്രമേ നാളെ മഹ്ശറയിൽ കാണുന്ന ആ വെളിച്ചം നമ്മളെ മുഖത്ത് ലഭിക്കുകയുള്ളൂ, ഈമാന്റെ ലൈറ്റ് നമ്മളെ മുഖത്തുണ്ടാവുകയുള്ളൂ. എത്ര വലിയ വലിയ മഹാന്മാർ, ബഹുമാനപ്പെട്ട കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട CM അബൂബക്കർ മുസ്ലിയാർ മടവൂർ നവ്വറല്ലാഹു മർഖദ, ഈ കാലഘട്ടങ്ങളിൽ കഴിഞ്ഞ നമ്മളോടൊപ്പം ജീവിച്ച, നമ്മളെ വാപ്പമാരുമായി വളരെ ബന്ധപ്പെട്ട് ജീവിച്ച ആ വലിയ വലിയ മഹാന്മാരുടെ മുഖത്ത് കാണുന്ന ഈമാന്റെ അടയാളം റബ്ബേ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടും? നമ്മൾ എന്താണ് ആരും വിശ്വസിക്കാത്തത്? ഞങ്ങൾക്ക് എവിടെയും അംഗീകാരം കിട്ടാതെ പോകുന്നത് എന്താണ്? ജനങ്ങൾക്ക് ഞങ്ങളിൽ മതിപ്പില്ലാതെ പോകുന്നത്? ഈ വക ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യന് സൂറത്തുൽ മുഅ്മിനൂൻ എന്ന അധ്യായത്തിൽ അല്ലാഹു മറുപടി പറയാണ്,
അടയാളവും വെളിച്ചവും സന്തോഷവും അംഗീകാരവും ഒക്കെ വേണോ? 7 കാര്യങ്ങൾ മുറുകെ പിടിച്ചോ. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കാരമാണ്. ആ നിസ്കാരത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല. അതേതെങ്കിലും ശൈഖോ വ്യാജ ശൈഖോ ആരെങ്കിലും പറയുമ്പോഴേക്ക് ഓ മനുഷ്യ, എന്റെ നിസ്കാരം നീ കൈയൊഴിക്കാൻ പാടില്ല. നിസ്കാരത്തിൽ നിനക്ക് ഭക്തി ഉണ്ടായാൽ നിസ്കാരത്തിലൂടെയുള്ള ആ ഭക്തി നിന്റെ ജീവിതം മുഴുവനും പ്രകടമായി നിൽക്കും. നിസ്കാരത്തിലെ ഭക്തി ലഭിക്കുവാനുള്ള മാർഗം സുജൂദിന്റെ സ്ഥാനത്തേക്ക് നോക്കലാണ്. ചില പണ്ഡിതന്മാർ പറയുന്നു, അല്ല, വലത്തോട്ടോ ഇടത്തോട്ടോ ഒന്നും തിരിഞ്ഞു നോക്കാതിരിക്കലാണ്. നിസ്കാരത്തിൽ പ്രവേശിച്ച സമയം ഓർമ്മയുണ്ട്, എന്റെ വലഭാഗത്താരായിരുന്നു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അതാണ് ഖുശൂ. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന ആളുകളോട് പ്രസംഗമെല്ലാം കഴിഞ്ഞു പോയാൽ കൊടുവള്ളി പോയിരുന്നോ? ഉണ്ട്. SOSന്റെ റമദാൻ പ്രഭാഷണത്തിൽ പങ്കെടുത്തിരുന്നോ? പങ്കെടുത്തിരുന്നു. എവിടെയിരുന്നത്? മുന്നിൽ 3ാമത്തെ വരിയിലാണ്. വലഭാഗത്താരായിരുന്നു? എനിക്ക് പരിചയമില്ല, എപ്പോഴും കാണുന്ന ഒരാളാണ് എന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും. എന്നാൽ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ എന്ന് പറഞ്ഞ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുന്നു, എന്റെ വലഭാഗത്താരാണുള്ളത്? ഞാനത് നോക്കിയിട്ടില്ല. എന്റെ ഇടതുഭാഗത്താരാണുള്ളത്? ഞാനത് നോക്കിയിട്ടില്ല. കാരണം എന്റെ ചർച്ചയും എന്റെ ശ്രദ്ധയും അവിടെ ഒന്നുമല്ല. 24 മണിക്കൂർ അള്ളാഹു എനിക്ക് നൽകി. ഞാൻ അവിടെയും ഇവിടെയും പല ബിസിനസ്സിലും ഏർപ്പെട്ടു, പല ബന്ധങ്ങളിലും ഞാൻ ഏർപ്പെട്ടു, പലരെയും ഞാൻ കണ്ടു, പലരിൽ നിന്നും പലതും ഞാൻ കേട്ടു. എന്നാൽ ഏകാഗ്രതയ്ക്ക് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം ഞാനൊന്ന് ഒരുങ്ങട്ടെ. അവിടെ എന്റെ ചിന്ത സൃഷ്ടികളിലേക്കല്ല, എന്റെ ചിന്ത മുനാജാത്താണ്, സംഭാഷണമാണ്. അതുകൊണ്ട് ആ ഖുശൂഅോടുകൂടിയുള്ള നിസ്കാരം സഹോദരന്മാരെ ബേജാറാണ്. വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്. ഈ 7 ദിവസം 7 ഓരോന്നും ഓരോ ദിവസം പറയാൻ മാത്രമുള്ള വിഷയങ്ങളാണ്. പക്ഷേ അങ്ങനെ പറഞ്ഞ് എല്ലാം കൂടി പറഞ്ഞാൽ നമുക്ക് വിഷയം എവിടെയും എത്തുകയില്ല. ഞാൻ ചുരുക്കുന്നു, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. നിസ്കരിക്കണം. നിസ്കാരമില്ലാത്തവന് ഈമാനില്ല, നിസ്കാരമില്ലാത്തവന് വെളിച്ചമില്ല. നാള് മക്കത്ത് വെച്ച് ഒരു സഹോദരൻ ഞങ്ങൾ ഒന്നിച്ച് ഉംറക്ക് പോയതാണ്. അവിടെ എത്തിയപ്പോൾ റൂമിൽ വെച്ച് ഞങ്ങൾ നിസ്കരിക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ വരുന്നില്ലേ? അദ്ദേഹം പറഞ്ഞു, ഞാൻ വരണമെന്നൊക്കെ ഉണ്ട്, പക്ഷെ ഒരു ഭക്തി കിട്ടാത്തത് കൊണ്ട് ഞാനിപ്പം നിസ്കരിക്കാറില്ല. സുബ്ഹാനല്ലാഹ്, ഇതെന്തൊരു അത്ഭുതമാണ്. ഞാൻ നിസ്കരിക്കാനൊക്കെ വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നിസ്കാരത്തിൽ പ്രവേശിച്ചാൽ എന്റെ മനസ്സിൽ പല ജാതി ചിന്തകൾ കടന്നു വരുന്നു. അതുകൊണ്ട് പോയി ഞാൻ നിസ്കരിക്കാറില്ല. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഭാര്യയുണ്ടോ? ഉണ്ട്. ഭാര്യയോടൊക്കെ അങ്ങനെ ഇഷ്ടമുണ്ടോ? ഭാര്യയോട് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ വലിയ ഇഷ്ടമുണ്ടായിരുന്നു, ഇപ്പോഴോ അപ്പൊ അതിങ്ങനെ കുറഞ്ഞു വരികയാണ്. എന്നാ പിന്നെ ഭാര്യനെ വേണ്ടാന്നങ്ങ് വെച്ച് ഒഴിവാക്കിയാലോ? അത് പറ്റൂല. അത് പിന്നെ നമ്മളെ കീഴിലെ ഒരു പെണ്ണല്ലേ, അതങ്ങനെ നിന്നോട്ടെ. അപ്പോ ഭാര്യയോട് സ്നേഹം കുറയുമ്പോൾ തലാഖ് ചെല്ലാറുണ്ടോ? ഇല്ല. മക്കൾ പറഞ്ഞാൽ അനുസരിക്കാതെയാകുമ്പോഴേക്ക് നീ മകനല്ല എന്ന് പറഞ്ഞ് ആട്ടി ഓടിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ പിന്നെ നിസ്കാരത്തിൽ ഖുശൂഅ് കുറയുമ്പോഴേക്ക് നിസ്കാരം തന്നെ വേണ്ടാന്ന് വെക്കുക. വേണ്ടത് നിസ്കാരത്തിന്റെ കൂടെ ഇങ്ങനെ ചേരണം. ചേർന്ന് ഹും ഖുശൂഉൻ ഫീ മഹാരിബില്ലഹും ഹും ഖുദൂഉൻ വ ഖുശൂഉൻ ഫീ മഹാരിബില്ലഹും ഹും മുസൂദും വ ഫുഹൂദും ഫീ മജാലിൽ ഗസ്വതി. നെരിയ പോലെ ചിലപ്പോൾ ധീരമായി നിൽക്കേണ്ട രംഗങ്ങളുണ്ട്, ശക്തി പ്രകടിപ്പിക്കേണ്ട സന്ദർഭങ്ങളുണ്ട്. സ്വന്തം ഭാര്യയെ ഒരാൾ തട്ടിക്കൊണ്ടുപോകാൻ വന്നാൽ, സ്വന്തം മകളെ ഒരാൾ പിടിച്ചു പറിച്ചു കൊണ്ടുപോകാൻ വന്നാൽ അവിടെ പുലിയെ പോലെ നേരിടണം. അതൊരിക്കലും തീവ്രവാദമല്ല. സ്വന്തം ഭാര്യയെ വാതിലടിച്ച് പൊളിച്ച് അകത്ത് കയറി സ്വന്തം ഭാര്യയുടെ ശരീരത്തിൽ ഒരു കള്ളൻ കയറി നിൽക്കുകയാണ്. ആ ഭാര്യയെ അവൻ ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആ സമയത്ത് അവനെ എതിർക്കണം. കയ്യിൽ കിട്ടുന്ന കത്തിയെടുത്ത് അവനെ കുത്താൻ നോക്കണം. അവർ 14 ആൾ വന്നാലും കുത്താൻ നോക്കണം. അത് തീവ്രവാദമല്ല. അത് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ ധൈര്യം കാണിക്കണം. എന്നാൽ നമ്മളങ്ങേറ്റം തോൽക്കേണ്ട മേഖലകളുണ്ട്, ആ തോൽക്കേണ്ട സന്ദർഭങ്ങൾ ഉണ്ട്. അതാണ് ഹും ഹുശൂഉൻ വ ഖുദൂഉൻ ഫീ
മഹാരീബില്ലഹും, അങ്ങേയറ്റത്തെ വിനയത്തോടുകൂടി നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാൻ നിനക്ക് കഴിയുന്നുണ്ടോ? കഴിയുന്നില്ലെങ്കിൽ അതിന് വിദ്യകൾ പറഞ്ഞു തരാം. ഹാത്തിം പറഞ്ഞു കൊടുക്കുകയാണ്. നിസ്കാരത്തിൽ ഭക്തി ഉണ്ടാവാനുള്ള മാർഗം പറയുകയാണ്. എത്രയോ കൊല്ലമായി ഞാൻ നിസ്കരിക്കുന്നു, ഇതുവരെ എന്റെ നിസ്കാരം ഭക്തിയിൽ നിന്ന് വിട്ടുപോയിട്ടില്ല. കാരണം ഞാൻ നിസ്കരിക്കുന്ന സമയത്ത് ഞാൻ എന്റെ മുൻപിൽ കാണുന്നത് ആരെയാണ്? വിശുദ്ധമായ കഅബാലയത്തെ ഞാൻ കാണുന്നു, സങ്കല്പിക്കുന്നു. വലതുഭാഗത്ത് ഞാൻ സ്വർഗത്തെ സങ്കല്പിക്കുന്നു, ഇടതുഭാഗത്ത് നരകത്തെ ഞാൻ സങ്കല്പിക്കുന്നു. എന്റെ പിന്നിലാവട്ടെ എന്നെ പിടിക്കാൻ വേണ്ടി വരുന്ന അസ്രായീലിനെ ഞാൻ സങ്കല്പിക്കുന്നു. മാത്രവുമല്ല, എന്റെ ഈ നിസ്കാരം എന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാകാൻ സാധ്യതയുണ്ട്. ഇതിനു ശേഷം ഒരു നിസ്കാരം എനിക്ക് കഴിയുമോ? സഹോദരന്മാരെ, മാർക്കറ്റിലെ പള്ളിയിൽ വെച്ച് ഇതാ ഇന്ന് നമ്മൾ ളുഹർ നിസ്കരിക്കാൻ പോകുമ്പോൾ ആ നിസ്കാരം ഒരുപക്ഷേ നമ്മുടെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമാകാം. ആ ഒരു ചിന്ത മനുഷ്യന്റെ മനസ്സിൽ രൂപപ്പെടുത്തിയാൽ ഭക്തിയോടുകൂടി പ്രാർത്ഥിക്കാൻ കഴിയും. ഈ ഒരടയാളം എത്ര വ്യക്തികളിലുണ്ട് എന്ന് ആലോചിക്കുക. ഭക്തി സുന്നത്തേ ഉള്ളൂ. അതുകൊണ്ട് ആർക്കെങ്കിലും ഭക്തി കിട്ടുന്നില്ല എങ്കിൽ നിസ്കാരം അവർ നിർത്തിക്കളയരുത്. രണ്ടാമത്തെ അടയാളം അല്ലാഹു പറയുന്നു, വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദൂൻ. ആധുനിക ലോകത്തിന്റെ പളപളപ്പ് എവിടെ നോക്കിയാലും മനുഷ്യനെ വിനോദത്തിലേക്ക് ക്ഷണിക്കുന്ന കാര്യങ്ങളല്ലാതെ കാണാനില്ല. പത്രങ്ങളിലെ പരസ്യങ്ങൾ മുഴുവനും മനുഷ്യനെ തിന്മയിലേക്ക് നയിക്കുന്നതായി മാറിയിരിക്കുന്നു. ടിവികളില്ലാത്ത വീടുകളില്ല. ടിവികളെയും റേഡിയോകളെയും പത്രങ്ങളെയും ഒക്കെ എതിർത്ത് അത് പൂർണ്ണമായി വലിച്ചെറിയണമെന്ന് ഞാൻ ഈ സമയത്ത് പറയുന്നില്ല. കാരണം ലോകത്തിന്റെ വാർത്തകൾ അറിയുവാൻ, സമൂഹവുമായി ബന്ധപ്പെടാൻ മീഡിയകൾക്ക് വലിയ പങ്കുണ്ട്. നാം ഇരുട്ടിൽ കഴിയണമെന്ന് പറയുന്നവർ അല്ല മുസ്ലിം പണ്ഡിതന്മാർ. മറിച്ച് നമ്മുടെ വീടുകളിലുള്ള ആ TV നമ്മളത് ഉപയോഗപ്പെടുത്തുമ്പോൾ വിവേചനം കാണിക്കാൻ നമുക്ക് കഴിയണം. പള്ളിയിലെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ബാങ്ക് വിളിക്കുമ്പോൾ അത് ഓഫാക്കാൻ നമുക്ക് കഴിയണം. അതിൽ സീരിയലുകൾ വരുമ്പോൾ, നാടകങ്ങളും സിനിമകളും തോന്നിയാസങ്ങളും കടന്നു വരുമ്പോൾ അവിടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് കഴിയണം. കഴിയാതെ പോകുന്നുവെങ്കിൽ ഞാൻ എൻ്റെ കരളിന്റെ കഷ്ണങ്ങളായ സഹോദരന്മാരോട് പറയട്ടെ, സഹോദരിമാരോട് ഉണർത്തട്ടെ, വിശ്വാസത്തിന്റെ അടയാളം നിന്റെ മുഖത്തുണ്ടാവുകയില്ല. നിന്നെ ആരും വിലവെക്കുകയില്ല, നിന്നെ ആരും പരിഗണിക്കുകയില്ല. നിനക്ക് ലോകത്ത് ഒരു ചെറിയ ഈച്ചയുടെ പവർ പോലും നിനക്കില്ലാതെയായി പോകും. നീ എന്തു വേണം? അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. ഓ സഹോദര, ഈ പ്രഭാഷണത്തിന്റെ വേദിയിൽ ഈ പ്രഭാഷണം ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ റോഡിന്റെ പല ഭാഗങ്ങളിലായി ധാരാളം ആളുകൾ ഉണ്ട്. അവരിൽ ചിലർ ഇങ്ങോട്ട് കയറി വരാത്തത് യഥാർത്ഥത്തിൽ ഇതിനോട് വെറുപ്പുള്ളത് കൊണ്ടല്ല, പിന്നെയോ ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടിൽ ജോലിയിൽ ഏർപ്പെടുന്നവരാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പക്ഷേ പ്രഭാഷണങ്ങളും നല്ല കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ TV ഓണാക്കി വെച്ച് അതിലുള്ള കളിയുടെ പിന്നാലെ നമ്മൾ അതിൻ്റെ അഡിക്റ്റായി മാറിയാൽ നമ്മൾ എവിടെയാണെത്തുക? പടിഞ്ഞാറൻ സാമ്രാജ്യത്തെ ശക്തികൾ ഉണ്ടാക്കി വെച്ച ചരടുകളെപ്പറ്റി നമ്മൾ ബോധമുള്ളവരാകണം. നമ്മളെ നശിപ്പിക്കലാണ് അവരുടെ പദ്ധതി. വെള്ളിയാഴ്ച ജുമഅ സമയമാകുമ്പോൾ നീലചിത്രങ്ങൾ പ്രദർശിപ്പിക്കുക എന്നത് പാശ്ചാത്യൻ മീഡിയകളുടെ സ്ഥിരം പതിവ് ശൈലിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച പള്ളിയിൽ പോകാൻ നേരം നീലചിത്രമാണ്, ഈ ഫിലിമാണ്. അതും കണ്ടിങ്ങനെ കൂടുകയാണ്. നാസറേ, ഈ പോകുന്നില്ലേ? ഞാൻ പോകാൻ. രണ്ടാമത്തെ വിളി, നീ പോകുന്നില്ലേ? ഞാൻ പോകും. നിങ്ങൾ അധികമൊന്നും പറയണ്ട. ഇവൻ ഇതിന്റെ ലദ്ദത്തിലാണ്, ഇതിനിവന് മുഴുകിയിരിക്കുന്നു. ഇങ്ങനെ മുഴുകുന്ന മനുഷ്യനെ അതിൽ നിന്ന് എപ്പോൾ പിന്തിരിപ്പിക്കാൻ കഴിയുന്നോ അപ്പം മാത്രമേ വിശ്വാസത്തിന്റെ അടയാളം ആ കുട്ടിയുടെ മുഖത്തുണ്ടാവുകയുള്ളൂ. വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദൂൻ. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരം, ആ കൊട്ടാരത്തിന്റെ സമീപം സഹോദരന്മാരെ സഹോദരിമാരെ ശ്രദ്ധിക്കണം. രാജാക്കന്മാർക്കൊരു പതിവുണ്ട്, മുതലാളിമാർക്കൊരു പതിവുണ്ട്, സമ്പന്നർക്ക് ചില ശീലങ്ങളുണ്ട്. പാവപ്പെട്ടവർക്കത് അറിഞ്ഞുകൊള്ളണമെന്നില്ല. പണം ധാരാളം ഉണ്ടാകുമ്പോൾ വിനോദങ്ങളോട് ഇഷ്ടം കൂടും. അപ്പോഴാണ് അത് പല പല പുതിയ സംവിധാനങ്ങളും വീട്ടിലും മുറ്റത്തും ഒക്കെ വരിക. അക്വേറിയങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു, പക്ഷിക്കൂടുകൾ കെട്ടിയുണ്ടാക്കുന്നു, പ്രാവുകൾ അങ്ങുമിങ്ങും പാറി നടക്കുന്നു,
മത്സ്യങ്ങളെ വളർത്താൻ വേണ്ടി അക്വേറിയം ഉണ്ടാക്കുന്നു. പാപമാണെന്നല്ല പറയുന്നത്. വിനോദങ്ങൾ അതിർവിട്ടു പോയാൽ നിന്റെ വിശ്വാസത്തെ അത് ബാധിക്കും. നീ ഒരു തികഞ്ഞ യൂറോപ്യനായി മാറും. ഇസ്ലാമിന്റെ ചിഹ്നം നിന്റെ അടുക്കൽ നിന്ന് പോയി പോകും. നിന്റെ വീട്ടിൽ ബർക്കത്തിന് അല്ലാഹു എടുത്തു കളയും. ബഹുമാനപ്പെട്ട വലീദ് ബിൻ അബ്ദുൽ മലിക് രാജാവാണ്. ഒരു ദിവസം വലീദ് ബിൻ അബ്ദുൽ മലിക് തന്റെ പാറാവുകാരനോട് ആവശ്യപ്പെടുന്നു, സമയം തീരെ പോകുന്നില്ല, ഒരു ജോക്കറെ കിട്ടണം, തമാശ പറയുന്ന ഒരാളെ കിട്ടണം. അങ്ങനെ പാറാവുകാരൻ പറഞ്ഞു, ജോക്കറെ കിട്ടാൻ ഞാൻ ശ്രമിക്കാം. ജോക്കറെ കിട്ടാൻ വേണ്ടി പാറാവുകാരൻ സെക്യൂരിറ്റി കൊട്ടാരത്തിന്റെ പ്രധാനപ്പെട്ട കവാടത്തിന്റെ സമീപത്ത് കാത്തു നിൽക്കുകയാണ്. പലരും അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു. ആ പോകുന്ന പലരെയും ഇദ്ദേഹം ചോദിച്ചു, ഒന്ന് രാജാവ് വിളിക്കുന്നുണ്ട്, വരുവോ? ആർക്കും സമയമില്ല. തീരെ സമയമില്ലാത്തവരെ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അവസാനം ഒരാളെ കിട്ടി. കിട്ടിയപ്പോൾ സെക്യൂരിറ്റിക്ക് വളരെ സന്തോഷമായി. പറഞ്ഞു, വലീദ് ബിൻ അബ്ദുൽ മലിക് കൊട്ടാരത്തിലേക്ക് വിളിക്കുന്നുണ്ട്. എന്താണ്? ഒരാവശ്യമുണ്ട്. എന്താണെന്നറിയില്ല. രാജാവല്ലേ വിളിക്കുന്നത്. രാജാവ് പറഞ്ഞാൽ പിന്നെ സ്വീകരിക്കണമല്ലോ. സുബ്ഹാനല്ലാഹ്, ആ മനുഷ്യൻ കൊട്ടാരത്തിലേക്ക് കയറുന്നു. ആരാണ്? നിങ്ങൾ ആലോചിക്കണം, വലിയ പണ്ഡിതനാണ്. അതാ ഇബ്നു അബീ റബാഹ്, ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി സംഭവം ഉദ്ധരിക്കുന്നു. അതാ ഇബ്നു അബീ റബാഹാണ്. അദ്ദേഹം പറഞ്ഞു, രാജാവ് വിളിക്കുന്നുവെങ്കിൽ ഉത്തരവ്, ഞാൻ വരാം. അകത്തു കയറി. വലീദ് ഇബ്നു അബ്ദുൽ മലിക് സിംഹാസനത്തിലിരിക്കുന്നു. ഒരു ചെറിയ കസേരയിൽ അതാ ഇബ്നു അബീ റബാഹിനെ ഇരുത്തി സംസാരത്തിൻ്റെതായ തുടക്കങ്ങൾ നടത്തി, കുശലാന്വേഷണങ്ങൾ നടത്തി. പക്ഷേ അതാ ഇബ്നു അബീ റബാഹിന്റെ സംസാരത്തിൽ തമാശയുടെ ചെറിയ കൂട്ടുപോലും കാണുന്നില്ല, ഒരു നർമ്മരസവും ഇല്ല. സമയം പോകുന്നില്ല എന്ന് മാത്രമല്ല, നേരത്തെ ഉണ്ടായിരുന്ന അന്തരീക്ഷത്തെക്കാൾ ഭീകരമായ ഒരവസ്ഥയിലേക്കാണ് വലീദ് എത്തിയത്. വലീദ് പാറാവുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു, മിസ്റ്റർ, ഇയാളെ പറ്റില്ല, സമയം പോകാൻ തമാശക്ക് വേണ്ടിയ ഒരാളെയാണ് നമ്മൾ അന്വേഷിച്ചത്. ഇദ്ദേഹം വന്നത് മുതൽക്ക് കൂടുതൽ പേടി തോന്നുകയാണ്, മെല്ലെ ഒന്ന് കൊണ്ടുപോകണം. അപ്പോഴാണ് വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിലെത്തിയ അതാ ഇബ്നു അബീ റബാഹ് പറയുന്നു, ഇതാ ഞാൻ പോകുകയില്ല, ഇതൊരു ചാൻസാണ്. രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തും. അത് ഉപയോഗപ്പെടുത്താതെ ഞാൻ പോയാൽ ഞാൻ കുറ്റക്കാരനായി മാറും. രാജാവ് ഒരു തമാശക്കാരനാണ്, കളിയിൽ താല്പര്യമുള്ളവനാണ്, വിനോദത്തിന്റെ അടിമയാണ്. ഫുട്ബോളും അതുപോലെ ക്രിക്കറ്റും അതും ഇതുമായി വല്ലാതെ ഇഴുകിച്ചേർന്നവർ. ടിവികളിൽ വരുന്ന വിനോദങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്നു നിൽക്കണമെന്നല്ല ഞാൻ പറയുന്നത്. കുറെയൊക്കെ ആവാം, ഹറാമല്ലാത്തതൊക്കെ കുറെയൊക്കെ ആവാം. പക്ഷേ അതിന് അഡിക്റ്റായി മാറിയാൽ അവസാനം നിസ്കാരവും നോമ്പുമെല്ലാം നഷ്ടപ്പെടും. വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിൽ വെച്ച് അതാ ഇബ്നു അബീ റബാഹ് രാജാവിനോട് ഒറ്റ കാര്യം പറയുന്നു, മഹാരാജാവേ, നിങ്ങളുടെ കൊട്ടാരത്തിൽ സാധുവായ പണ്ഡിതനായ ഞാൻ ഇവിടെ വന്നു. നിങ്ങൾക്ക് പറ്റിയ തമാശകൾ എന്റെ വക്കൽ നിന്ന് കിട്ടുകയില്ല. കാരണം ദുനിയാവിന്റെ അവസ്ഥയെപ്പറ്റിയുള്ള ഏറ്റവും വലിയ ബേജാറിലാണ് ഞങ്ങൾ ഉള്ളത്. പരലോകത്തേക്ക് പോകേണ്ടവരാണ്, ഒരുക്കങ്ങൾ കുറവാണ്, സമ്പാദ്യങ്ങൾ കുറവാണ്. എന്റെ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിന്റെ കൊട്ടാരത്തിൽ വെച്ച് അതാ ഒരു പ്രസംഗം നടത്തുകയാണ്. ഈ പ്രഭാഷണം കേൾക്കുന്ന ഉസ്താദുമാരോട് പറയട്ടെ, ഏതെല്ലാം സ്ഥലങ്ങളിൽ പണ്ഡിതന്മാർ എത്തുന്നുവോ അവിടെയൊക്കെ നന്മകൾ വാരി വിതറാൻ അവർക്ക് കഴിയണം, ചെറിയ ഉപദേശങ്ങൾ നൽകാൻ അവർക്ക് കഴിയണം. ഏതെങ്കിലും ഒരു പണപ്പിരിവിന് പോയാൽ ഒരു പണ്ഡിതൻ ഒരു സമ്പന്നന്റെ സമീപത്ത് പോയാൽ ഒരു ചെറിയ നസീഹത്തെങ്കിലും നൽകാതെ അവിടുന്ന് പോരാൻ പാടില്ല. കാരണം ആ വ്യക്തിയിൽ പല പോരായ്മകളും ഉണ്ടാകാം. അത് തിരുത്താനുള്ള ഒരു ചെറിയ മരുന്ന് അവിടെ നൽകണം. അതാ നൽകിയ മരുന്ന്, മഹാരാജാവേ, അനീതി പ്രവർത്തിക്കുക എന്നത് പല രാജാക്കന്മാരുടെയും സ്വഭാവമാണ്. അനീതിയുടെ വല്ലതും തങ്ങളിൽ നിന്ന് വന്നുപോയാൽ നരകമായിരിക്കും ശിക്ഷ എന്ന കാര്യം നിങ്ങൾ ഓർക്കണമെന്ന ഒരൊറ്റ വരി വലീദ് ഇബ്നു അബ്ദുൽ മലിക്കിനോട് ഉണർത്തിയപ്പോൾ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസാലി ഇഹ്യാ ഉലൂമുദ്ദീൻ ഉദ്ധരിക്കുന്നത് കാണാം. വലീദ് വീഴുകയാണ്, കൊട്ടാരത്തിന്റെ നടുത്തളത്തിൽ വീഴുകയാണ്, ബോധമില്ലാതെ വീഴുകയാണ്.
പകച്ചു നിൽക്കുകയാണ്. റബ്ബേ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ജഹന്നമെന്ന നരകത്തിന്റെ അദാബിനെ സംബന്ധിച്ച് ഇദ്ദേഹത്തോട് പറയാൻ ആരും ഇതുവരെ ഉണ്ടായില്ല. എന്നെ പോലും വിളിച്ചത് തമാശ പറയാൻ വേണ്ടിയാണ്. ഞാൻ ഈ ചാൻസ് ഉപയോഗപ്പെടുത്തിയത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഖൽബദാ ബേജാറായി പേടിച്ചിരിക്കുന്നു. അങ്ങനെ അദ്ദേഹം വീണ് കിടക്കുമ്പോഴാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് കൊട്ടാരത്തിലേക്ക് കയറി വരുന്നു. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് ചോദിച്ചു, മഹാനായ അതാഇനോട് ചോദിക്കുന്നു, അതായെ അഖതൽതഹു, ഈ മനുഷ്യനെ കൊന്നതാണോ? ഇയാൾ എന്താണ് ഇങ്ങനെ ശ്വാസമില്ലാതെ കിടക്കുന്നത്? എന്താണ് ബോധമില്ലാതെ കിടക്കുന്നത്? എന്താണ്? ബഹുമാനപ്പെട്ട അതാവ് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തെ കൊന്നതല്ല, ഞാൻ അദ്ദേഹത്തെ തല്ലിയതല്ല, ഞാൻ അദ്ദേഹത്തിന് ചെറിയ ഉപദേശം നൽകിയതേ ഉള്ളൂ. വല്ലദീനഹും അനില്ലഹുവി മുഅ്രിദൂൻ, ആവശ്യമില്ലാത്തതിൻ്റെ പിന്നാലെ പോകാൻ. എടോ മനുഷ്യ, നിനക്ക് എവിടെയാണ് സമയമുള്ളത്? ഒരു വർഷത്തിൽ നീ ചൊല്ലേണ്ട ദിക്റുകൾ എത്രയാണ്? ഉമ്മമാരെ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു വർഷത്തിൽ ഒരു മനുഷ്യൻ ചൊല്ലേണ്ട ദിക്റുകളുടെ എണ്ണം 6,55,000 ദിക്ർ ഒരു കൊല്ലം ഒരാൾക്ക് ചൊല്ലാനുണ്ട്. ഓരോ ദിവസവും നമുക്ക് ദിക്ർ ചൊല്ലാനുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ സമയം വരെ ചൊല്ലേണ്ട ദിക്റുകൾ ആര് ചൊല്ലിത്തീർത്തു? ഇങ്ങനെ കുറെ ദിക്ർ നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ദിക്ർ ഹൽക്കകളിൽ പോയിട്ട് ആ ദിക്റുകൾ ഖളാ വീട്ടി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ ദിക്ർ ഹൽക്കകൾ അനാവശ്യമല്ല. മറിച്ച് ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലേണ്ട സമയത്ത് ചൊല്ലാത്തത് പിന്നീട് നമ്മൾ ചൊല്ലി തീർക്കുകയാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരോട് പറയട്ടെ, രണ്ടാമത്തെ അടയാളം അതാണെങ്കിൽ, മൂന്നാമത്തെ അടയാളം വല്ലദീനഹും ലിസ്സകാത്തി ഫാഇലൂൻ. സമ്പത്ത് വളർത്താനാണ് ആഗ്രഹമെങ്കിൽ, ധാരാളം പണം ലഭിക്കണമെന്നാണ് വിചാരമെങ്കിൽ, നിന്റെ കയ്യിലുള്ള പണത്തിന്റെ 2.5% നീ സാധുക്കൾക്ക് ഇങ്ങനെ നൽകിക്കൊണ്ടിരിക്കണം. പണമുണ്ടാക്കാൻ വേണ്ടി, പണം കിട്ടണമെന്ന് ആഗ്രഹമില്ലാത്ത ആരുമില്ല. ഈ സദസ്സിൽ ഉള്ള എല്ലാവരും പണത്തെ ആഗ്രഹിക്കുന്നവരാണ്. ഭൗതിക ലോകത്തിന് പണത്തിന്റെ ആവശ്യമുണ്ട്. ജീവിതത്തിന്റെ മൂലക്കല്ലാണ് പണം. ജീവിതത്തിന്റെ മൂലക്കല്ലായ പണം. ആ പണത്തെ വെറുത്തിട്ട് കാര്യമില്ല. പണമില്ലാതെ ജീവിക്കാൻ കഴിയില്ല. ബർക്കത്ത് മാത്രം പോരാ, പണം തന്നെ വേണ്ടി വരും. ബർക്കത്തുള്ള പണം വേണ്ടി വരും. കടയിൽ ചെന്നു, മരുന്ന് വാങ്ങി, ക്യാഷ് എവിടെ? ക്യാഷ് കാര്യമായിട്ടില്ല, ബർക്കത്ത് ലേശുണ്ട് എന്ന് പറഞ്ഞാൽ ഞാനത് കളിയാക്കുന്ന അർത്ഥത്തിൽ പറയുകയല്ല. പണം മനുഷ്യന്റെ ജീവിതത്തിന് ആവശ്യമാണ്. പക്ഷേ ആ പണമുണ്ടാവാനുള്ള മാർഗം ഖുർആൻ പറയുന്നു, വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. നിന്റെ കയ്യിൽ ഉള്ള സമ്പാദ്യത്തിന് നീ നിശ്ചിതമായ വിഹിതം സകാത്തായി നൽകണം. അത് വിശ്വാസിയുടെ അടയാളമാണ്. പണത്തെ ആരാധിക്കാൻ പാടില്ല. പണത്തെ നിനക്ക് ലഭിക്കണമെങ്കിൽ, അത് ബർക്കത്തുള്ള പണമായി മാറണമെങ്കിൽ, നീ സമ്പാദിച്ച പണത്തിനുള്ള സക്കാത്ത് നീ നൽകണം. വല്ലദീനഹും ലിസ്സകാത്തി ഫായിലൂൻ. ഈ വിശുദ്ധമായ റമദാൻ മാസത്തിൽ സക്കാത്തിന്റെ കാര്യം പ്രത്യേകമായി ഓരോരുത്തരും ശ്രദ്ധിക്കുക. എത്രയാണ് നമ്മുടെ കയ്യിലുള്ള പണം? ബാങ്കിൽ ഉള്ളത് നമ്മുടെ പണമാണ്. നാം ഒരാൾക്ക് കടം കൊടുത്തത് നമ്മുടെ കയ്യിലുള്ള പണമാണ്. ആ പണത്തിന് ഒരു വർഷം കഴിയുമ്പോൾ അതിന്റെ 2.5% കണക്കാക്കി 4,000, 5,000 രൂപ ഒരു വർഷത്തിൽ ഒരു വ്യക്തിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായാൽ, അയാളുടെ പേരിൽ ബാങ്കിലോ മറ്റൊരാളുടെ കൈവശമോ സ്വന്തം മേശയിലോ ഉണ്ടായാൽ അതിന്റെ 2.5% പാവപ്പെട്ടവർക്ക് നൽകണം. ഇസ്ലാം പൊരുത്തപ്പെട്ട വഴികളിൽ അത് നൽകിക്കൊണ്ടിരിക്കണം. അതങ്ങനെ നൽകുന്നുവെങ്കിൽ മാത്രം നിന്റെ ജീവിതത്തിൽ ബർക്കത്തും വിജയവും സന്തോഷവും ഉണ്ട്. എപ്പോഴാണോ അതൊക്കെ നഷ്ടപ്പെടുന്നത്, നിനക്ക് വിജയമില്ല, നിനക്ക് പരാജയമേ സംഭവിക്കൂ. നീ ഇങ്ങനെ കെട്ടിയുണ്ടാക്കിയ പണങ്ങൾ അവസാനം നിനക്ക് യാതൊരു രൂപത്തിലും ഉപകാരപ്പെടാതെ നിന്റെ മക്കൾ തമ്മിൽ അടിയും പിടിയും ഉണ്ടാക്കി ആ പണം അവർ കോടതിയിൽ കൊണ്ടുപോയി നശിപ്പിക്കുകയാണ്. ഇതുപോലെ എത്ര രംഗങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ കരളിൻ്റെ കഷ്ടങ്ങളായ യുവാക്കളോട്, സഹോദരന്മാരോട്, സഹോദരിമാരോട് പറയട്ടെ, ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ വിജയത്തിന് അനിവാര്യമായ ഒരു പ്രധാന ഗുണമാണ് അവന്റെ സമ്പത്തിന്റെ വിനിയോഗത്തിൽ ഇസ്ലാം പൊരുത്തപ്പെട്ട മാർഗം സ്വീകരിക്കൽ. അത് സ്വീകരിക്കുന്നില്ല എങ്കിൽ അവന്റെ ഉള്ള പണം മുഴുവനും അനാവശ്യത്തിൽ ചെലവഴിച്ച് അവസാനം ഉപകാരപ്പെടാതെ നശിച്ചു പോവുകയാണ്. അർഹമുർ റഹീമീനായ റബ്ബ് കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാലാമത്, വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. വളരെ വിശദമായി പറയേണ്ട വിഷയമാണ്, വളരെ വിശദമായി പറയാൻ മാത്രമുള്ള വിഷയമാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ഓരോ വിശ്വാസിയും ആധുനിക ലോകത്തിന്റെ വൃത്തികേടുകളിൽ
കുടുങ്ങിപ്പോകാതിരിക്കാൻ, സ്വന്തം കുടുംബിനിയുമായി അകലാതിരിക്കാൻ, സ്വന്തം കുടുംബിനിക്ക് വിഷമമുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് വരാതിരിക്കാൻ അവനവന്റെ ലൈംഗിക ജീവിതത്തെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് അവൻ കൈകാര്യം ചെയ്യുക. അവന്റെ ഭാര്യയുമായുള്ള ലൈംഗിക ബന്ധമല്ലാത്ത എല്ലാ ബന്ധങ്ങളും പാടില്ലാത്തതാണ്. ഈ ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സമീപത്ത് സഹാബിമാർ വന്ന് ചോദിക്കുന്നു, എന്റെ ലൈംഗികമായ ദാഹം തീർക്കുന്നതിന് വേണ്ടി ഞാൻ എന്റെ ഗുഹ്യഭാഗത്ത് സ്പർശിച്ച് ഇന്ദ്രിയം ഞാൻ പുറത്തു കൊണ്ടുവരുന്നുവെങ്കിൽ അതിന്റെ പേരിൽ എനിക്ക് സന്തോഷമാണ്, പറ്റുമോ? റസൂലുള്ളാഹി പറയുന്നു, പാടില്ല എന്ന് പറഞ്ഞാൽ ഖുർആൻ പറഞ്ഞ ഈ ഒരു മര്യാദ, ഖുർആൻ പറഞ്ഞ ലൈംഗിക ജീവിതത്തിന്റെ ഈ കണിശത, ഇസ്ലാം എന്ന് പറയുമ്പോൾ ചില ആളുകൾ പറയും കൂടിപ്പോയി എന്ന്. പക്ഷേ ഇസ്ലാം പഠിപ്പിച്ച പലതിനെയും കൂടിപ്പോയി എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ പിന്നീട് തിരുത്താറുണ്ട്. ജവഹർലാൽ നെഹ്റു ദ ഗ്ലിംസ് ഓഫ് ദി വേൾഡ് ഹിസ്റ്ററി എന്ന പുസ്തകം എഴുതിയപ്പോൾ ഇസ്ലാമിനെ വല്ലാതെ പുകഴ്ത്തി, ഇസ്ലാമിനെയും നബിയെയും വല്ലാതെ പുകഴ്ത്തിയപ്പോൾ ആ പുസ്തകത്തിൽ ഒരിടത്ത് അദ്ദേഹം പറഞ്ഞു, മുസ്ലിം സ്ത്രീകൾ അണിയുന്ന പർദ്ദ, ആ പർദ്ദയുടെ ഔചിത്യം എന്താണ് എന്ന് നെഹ്റുവിന് ചെറിയൊരു സംശയം. നെഹ്റുവിന്റെ മാത്രം സംശയമല്ല, ലോകത്ത് പലർക്കുമുള്ള സംശയമാണ്. ഇസ്ലാമേതര സമൂഹങ്ങളിലെ പലരും ആ പർദ്ദയെപ്പറ്റി സംശയിക്കാറുണ്ട്. എന്നാൽ ആ പർദ്ദ ആവശ്യമാണ് എന്നതിലേക്ക് ലോകം ഇന്ന് തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടിക്ക് ഇവിടെ സമാധാനമില്ലാത്തൊരവസ്ഥ വന്നിരിക്കുന്നു. പ്രായപൂർത്തിയെത്തിയ പെൺകുട്ടി ഷോപ്പിങ്ങിന് പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോൾ, പുറത്തിറങ്ങുമ്പോൾ, ഡോക്ടറുടെ സമീപത്ത് പോകുമ്പോൾ പരുക്കേൽക്കാതെ തിരിച്ചു വരിക എന്നത് വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളെ സൗന്ദര്യം പുറത്ത് കാണാത്ത രൂപത്തിലുള്ള പർദ്ദ അവൾ ധരിക്കുക എന്നത് ഒരു സ്ത്രീയുടെ പ്രൊട്ടക്ഷന്റെ ഭാഗമായി ആവശ്യമാണെന്ന് ആധുനിക ലോകം സമർത്ഥിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിലേക്ക് വെളിച്ചം വീശിക്കൊണ്ടുള്ള വചനമാണ് വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ ഇല്ലാ അലാ അസ്വാജിഹിം ഔ മാ മലക്കത്ത് അയ്മാനുഹും ഫഇന്നഹും ഗൈറു മലൂമീൻ. നിന്റെ ഭർത്താവ് വിദേശത്താണുള്ളത്, ആ ഭർത്താവ് വരുന്നതുവരെ നീ കാത്തു നിൽക്കണം. നിന്റെ അയൽവാസിയുമായുള്ള ബന്ധങ്ങൾ അത് വ്യഭിചാരത്തിലേക്ക് എത്താൻ പാടില്ല, നീ ശ്രദ്ധിച്ചുകൊള്ളണം. കാരണം നിന്നെപ്പോലെ ഒരുപാട് സഹോദരിമാർ, ഭർത്താവ് മരിച്ച സഹോദരിമാർ യാതൊരു അനാവശ്യത്തിനേക്കും പോകാതെ അച്ചടക്കത്തോടുകൂടി ജീവിക്കുന്നുണ്ട്. പെണ്ണെ, നീ അത് കാണണം. അതാ നിന്റെ അടുത്ത വീട്ടിൽ 30 വയസ്സുള്ള ഒരു സഹോദരി, ഭർത്താവ് മരിച്ചു പോയിരിക്കുന്നു, ഒരനാവശ്യത്തിനും പോകാതെ ജീവിക്കുന്നു. 2 മക്കളുണ്ട്, ആ മക്കളെ പോറ്റി അവൾ ജീവിക്കുന്നു. നിനക്കൊരു ഭർത്താവ് ഉണ്ടല്ലോ, അവൻ വരുന്നത് വരെ കാത്തു നിൽക്കാൻ നിനക്ക് കഴിയുന്നില്ല എങ്കിൽ നീ അള്ളാഹുവിൽ വിശ്വാസമില്ലാത്തവളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പെണ്ണ് മാതൃകയാക്കണം. 18ാമത്തെ വയസ്സെത്തിയപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മരണപ്പെടുന്നു. ആ നബിതങ്ങളാകുന്ന ഭർത്താവിന്റെ വേർപാടിന് ശേഷം ഒരൊറ്റ പുരുഷനെ പ്രാപിക്കാതെ അള്ളാഹു പൊരുത്തപ്പെട്ട മുഴുവൻ വിഷയങ്ങളിലും ഏർപ്പെട്ടുകൊണ്ട് ആയിഷ ബീവി എങ്ങനെ ജീവിച്ചു അത് പഠിക്കാൻ കഴിയണം. പുരുഷന്മാര് മനസ്സിലാക്കണം, സ്വന്തം ഭാര്യയ്ക്ക് ആർത്തവമുണ്ടായതിന്റെ പേരിൽ, അവൾ പ്രസവിച്ച് ആശുപത്രിയിൽ കഴിയുന്നതിന്റെ പേരിൽ അപ്പോഴേക്ക് ക്ഷമകേട് വന്ന് 2ാം വിവാഹത്തിനുള്ള വ്യഗ്രത മുസ്ലിം സഹോദരന്മാർ ഒരിക്കലും തന്നെ അങ്ങോട്ട് കടന്നുകൂടാ. കാരണം ഒന്നിനെ തന്നെ നോക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണ് ആധുനിക ലോകത്തുള്ള പുരുഷന്മാർക്കുള്ളതെങ്കിൽ 2ാമത്തെ ഭാര്യ എന്ന അനിവാര്യ ഘട്ടത്തിലുള്ള അനുവാദം ദുരുപയോഗപ്പെടുത്താൻ മുസ്ലിം ചെറുപ്പക്കാർ ഒരിക്കലും തന്നെ മുന്നോട്ട് വരരുതെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുന്നു. കാരണം കുറച്ച് പ്രയാസമുള്ള മേഖലയാണ്. വല്ലദീനഹും ലിഫുറൂജിഹിം ഹാഫിളൂൻ. ആ ഭാഗം, ഗുഹ്യഭാഗത്തെ നിനക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിലെ വിജയമാണ്. ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചിന്തിച്ചതുപോലെ ആ വിഷയത്തിൽ നീ ചിന്തിച്ചാൽ നിനക്ക് നല്ല അച്ചടക്കം ലഭിക്കും. സഹോദരന്മാരെ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ മദീനയിൽ ശത്രുക്കൾ വളഞ്ഞ സന്ദർഭം, ശത്രുക്കൾ ചുറ്റും നിന്ന് വളഞ്ഞു, ഉസ്മാന്റെ നേരെ ആയുധം നീട്ടുന്നു. ബഹുമാനപ്പെട്ട ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് മുഗീറത്ത് ഇബ്നു ശുഅബ റളിയല്ലാഹു അൻഹു എന്ന് പറയുകയാണ്, ഓ ഉസ്മാൻ,
യാ ഇമാമന്നാസ് അമീറൽ മുഅ്മിനീൻ, നിങ്ങളെ വീടിന്റെ ചുറ്റും ശത്രുക്കളാണ്, നിങ്ങളൊക്കെയുള്ള വാളുമായി നിൽക്കുകയാണ്. ഞാൻ നിങ്ങളെ കയ്യിലോട് വാള് തരാം, ആ വാളെടുത്ത് നിങ്ങൾ അവരെ നേരെ വാൾ കാണിച്ചാൽ അവർ ഓടും. ഉസ്മാന്റെ മറുപടി, ഇല്ല, ഒരു മുസ്ലിമിന് നേരെ ഞാനൊരിക്കലും വാളെടുക്കുകയില്ല, ഞാനൊരു പ്രതിയോഗിയോട് കത്തിയെടുത്ത് അവനെ ആക്രമിക്കാൻ ഒരുങ്ങുകയില്ല. മുഗീറത്ത് ബിൻ ശുഅബ പറയുന്നു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, ഒരു കാര്യം ചെയ്യുക, ഞാനൊരു കുതിരയെ കൊണ്ടുവന്നിട്ടുണ്ട്, ആ കുതിരപ്പുറത്ത് നിങ്ങൾ കയറുമെങ്കിൽ നിങ്ങൾക്ക് മക്കയിലെത്താം, നിങ്ങൾക്ക് ശാമിലെത്താം, ദയവായി കയറൂ. പ്രശ്നമാണ്, പ്രതിസന്ധിയാണ്, അടുത്ത സെക്കൻഡിൽ നിങ്ങളെ കഴുത്തിൽ കത്തിവെക്കാൻ പോകുന്നു ജൂതന്മാർ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി, അല്ലയോ മുഗീറത്ത് ബിൻ ശുഅബ, എന്നോട് ഈ കാര്യം പറയാൻ പാടില്ല, കാരണം മക്കയിലേക്ക് ഞാനില്ല, ശാമിലേക്ക് ഞാനില്ല, ഞാൻ നിൽക്കുന്നത് എവിടെയാണ്? മദീനയിലാണ്. ഹബീബായ മുഹമ്മദ് നബി ഹിജ്റ വന്ന നാടാണ് ഈ മദീന. ഈ മദീന വിട്ട കളിയില്ല. ഇന്നൽ ഈമാന ലയഗ്രിസു ഇലൽ മദീന കമാ തഗ്രിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഒരു സർപ്പം അതിന്റെ മളയിലേക്ക് പോകാൻ കാത്തു നിൽക്കുന്നത് പോലെ, കൊതിക്കുന്നത് പോലെ വിശ്വാസിയുടെ ആഗ്രഹം മദീനയിൽ നിൽക്കലാണ്, മദീനയിൽ മരിക്കലാണ്. ഈ മദീന വിട്ട് ഞാൻ പോകില്ല എന്ന് പറഞ്ഞപ്പോൾ മുഗീറത്ത് ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കേരളത്തിൽ വന്ന സ്വഹാബിയാണ്. ആ സ്വഹാബി ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി മാറുമ്പോൾ ശത്രുക്കൾ ചുറ്റും വളഞ്ഞു നിൽക്കുന്ന സമയം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പ്രഖ്യാപനം മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്, റബ്ബേ, ഞാൻ എന്നെ വിശ്വസിച്ച ഒരടിമയാണ്, ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത് പ്രതിസന്ധികളുടെ മുറ്റത്താണ്, ചുറ്റും ശത്രുക്കളാണ്, വിശ്വാസത്തിന്റെ ആ ഒരടയാളം എന്നിൽ ഉണ്ടോ ഇല്ലേ? ഉസ്മാൻ എണ്ണി നോക്കി. തഫ്സീറുകളിൽ കാണാം 10 അടയാളങ്ങൾ ഉസ്മാൻ എണ്ണി. ആ 10 ഞാനിവിടെ പറയുന്നില്ല. ഉസ്മാൻ ഓരോന്നിങ്ങനെ പറയുന്നു. വമാ തമന്നൈതു വമാ തവന്നൈതു വമാ തമന്നൈതു വമാ തഗന്നൈതു വലാ സനൈതു. ഒരിക്കലും തന്നെ വേണ്ടാത്ത ഒരാഗ്രഹവും ഈ സാധുവായ ഉസ്മാന്റെ മനസ്സിലുണ്ടായിരുന്നില്ല. ഒരു വിശ്വാസിക്കുണ്ടാകേണ്ട അടയാളമാണ് വേണ്ടാത്തതിലേക്ക് പോകാതിരിക്കൽ. വേണ്ടാത്തൊരു ചിന്തയും എൻ്റെ മനസ്സിലുണ്ടായിരുന്നില്ല. എൻ്റെ ജീവിതത്തിലെ വലിയൊരു സന്തോഷമുള്ള കാര്യം, വേണ്ടാത്ത ആഗ്രഹങ്ങളെ ഞാൻ ഒരിക്കലും പൂജിച്ചിരുന്നില്ല. പാട്ടുപാടുന്നൊരൊറ്റ സദസ്സിലും ഞാൻ പോയിരുന്നില്ല. ഞാൻ എൻ്റെ നാവ് കൊണ്ട് പാട്ടുപാടിയിട്ടുമില്ല. വലാ സനൈതു ഫീ ജാഹിലിയത്തിൻ വലാ ഇസ്ലാം. ഇസ്ലാമിലും അതിനു മുൻപും ഞാൻ ഒരു അന്യപെണ്ണിനെ വ്യഭിചരിച്ചിട്ടില്ല. അല്ലാഹുവേ, നീ എൻ്റെ അവസ്ഥ കാണുന്നുണ്ടല്ലോ. എൻ്റെ ഈ വലത്തെ കൈ, ഈ കൈക്ക് വലിയൊരു പവറുണ്ട്. ഈ കൈ മുഹമ്മദ് നബിന്റെ കയ്യിൽ വെച്ച കൈയാണ്. ഈ കൈ റസൂലുള്ളാഹിന്റെ കയ്യിൽ ഞാൻ വെച്ചിട്ടുണ്ട്. ഞാൻ ഈ കൈ കൊണ്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ബൈഅത്ത് ചെയ്തിട്ടുണ്ട്. ആ ബൈഅത്ത് ചെയ്തതിനു ശേഷം ഈ കൈയിന് എനിക്ക് ബഹുമാനമാണ്. കാരണം ഇത് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച കൈയാണല്ലോ. അതുകൊണ്ട് ഈ കൈയോട് എനിക്ക് ബഹുമാനമാണ്. ഈ കൈ കൊണ്ട്, വലത്തെ കൈ കൊണ്ട് ഞാൻ എൻ്റെ ഗുഹ്യസ്ഥാനം തൊട്ടിട്ടില്ല. കാരണം ഇത് റസൂലുള്ളാഹിന്റെ കയ്യിൽ വെച്ച കൈയാണല്ലോ. ആ കൈ ഗുഹ്യസ്ഥാനത്ത് വെച്ചാൽ അത് റസൂലുള്ളാഹിനോടുള്ള ഉന്നതമാണല്ലോ. മാത്രമല്ല, ഏതെങ്കിലും ഒരു വെള്ളിയാഴ്ച ദിവസവും ധർമ്മം ചെയ്യാത്തൊരു വെള്ളിയാഴ്ച എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞിട്ടില്ല. വെള്ളിയാഴ്ച പള്ളിയിൽ പോയാൽ ഞാൻ അവിടെ പാവപ്പെട്ട ആളുകളുണ്ടോ എന്ന് അന്വേഷിക്കും. ഏതെങ്കിലും ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അവന് ഞാൻ എന്തെങ്കിലും കൊടുക്കും. അടിമകളെ കണ്ടാൽ ഞാൻ മോചിപ്പിക്കും. ഇങ്ങനെ കുറേ എണ്ണം എണ്ണിയിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു. പടച്ച തമ്പുരാനെ, ഈ വിശുദ്ധമായ നിന്റെ ഈമാന്റെ അടയാളങ്ങൾ എല്ലാം അദ്ദേഹം പൂർത്തിയാക്കിയ ആളാണ്. വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ഏറ്റെടുത്ത ഭരണത്തിന്റെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിച്ചു. കെട്ടിയ ഭാര്യയോടുള്ള മര്യാദകൾ മുഴുവനും പാലിച്ചു. സ്വന്തം ഭാര്യയ്ക്ക് രോഗമായപ്പോൾ ബദർ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. ആ ബദറിലേക്ക് ഞാൻ പോയിട്ടില്ല. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് സേവനം ചെയ്തു കൂടുകയാണ്. ഗൾഫിലേക്ക് പോകാൻ
ാണ് നാളെ ഭാര്യയ്ക്ക് രോഗമാണ്. രോഗിയായ ഭാര്യയെ പരിചരിക്കാൻ പറ്റിയ ആളെ നിർത്താതെ ഞാൻ ഗൾഫിലേക്ക് എങ്ങനെ പോകും? ഒരു നല്ല മൂമിനായ മനുഷ്യൻ ചിന്തിക്കണം. ഉസ്മാൻ ചിന്തിച്ചു, ബദറാണോ പരിഗണിക്കേണ്ടത്, ഭാര്യയാണോ പരിഗണിക്കേണ്ടത്? വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ. ആ മര്യാദകളൊക്കെ ഞാൻ പാലിച്ചു. അതിനും പുറമെ വല്ലദീനഹും അലാ സലവാതിഹിം യുഹാഫിളൂൻ. നിസ്കാരത്തിന്റെ സമയമായാൽ ളുഹുർ സമയമിതാ അടുത്തു വരുന്നു, അസർ അടുത്തു വരുന്നു, മഗ്രിബ് അടുത്തു വരുന്നു. ആ നിസ്കാരത്തിന്റെ സമയമായാൽ അത് കൃത്യമായി നിർവഹിക്കുന്ന സ്വഭാവം വിശ്വാസിയുടെ അടയാളമാണ്. മർഹൂം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ സാമൂഹ്യ രംഗത്ത് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. നിസ്കാരവും നോമ്പുമൊക്കെ കൃത്യമായി നിർവഹിക്കുന്നു. ആ തങ്ങളുടെ ജീവിതം സാമൂഹ്യ രംഗത്തുള്ളവർക്ക് മാതൃകയാണ്. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മാത്രം മരണപ്പെട്ട ബഹുമാനപ്പെട്ട തങ്ങളവറുകൾ, അദ്ദേഹം രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, എല്ലാ ആലിമീങ്ങളെയും ഒരുപോലെ കാണുന്നുണ്ട്, ഒരാലിമിനെയും അകറ്റി നിർത്തുന്നില്ല, കുറ്റം പറയുന്നില്ല, നല്ല വിഷയങ്ങളിലൊക്കെ സഹകരിക്കുന്നുണ്ട്. അങ്ങനെ ജീവിച്ച തങ്ങൾ, ആ തങ്ങളെ വിജയത്തിന്റെ കാരണമെന്താണ്? വല്ലദീനഹും അലാ സ്വലവാത്തിഹിം യുഹാഫിളൂൻ. നിസ്കാരത്തിന്റെ സമയമായാൽ അതെവിടെ എത്തിയാലും ശരി, പള്ളിയില്ലെങ്കിൽ റോഡിൽ വെച്ച് നിസ്കരിക്കുന്നു. പെട്ടെന്ന് നിസ്കാരത്തിന്റെ സമയമായാൽ നിസ്കരിക്കുന്നത് വിശ്വാസിയുടെ അടയാളമാണ്. ഇതൊക്കെ ആരുണ്ട് പാലിക്കുന്നു? ഉലൈക ഹുമുൽ വാരിസൂൻ അല്ലദീന യരിസൂനൽ ഫിർദൗസ ഹും ഫീഹാ ഖാലിദൂൻ. ഇവിടെ എത്ര കഷ്ടപ്പാടാണ്! ഇവിടെ ആർക്കാണ് സന്തോഷമുള്ളത്? ഈ സംസാരിക്കുന്ന എൻ്റെ മനസ്സ് തുറന്നു നോക്കിയാലല്ലേ എൻ്റെ ദുഃഖം അറിയൂ. നിങ്ങളെ കാണുമ്പോൾ എനിക്ക് തോന്നും നിങ്ങളൊക്കെ ഭാഗ്യവാന്മാരാണെന്ന്. എല്ലാവരുടെയും മനസ്സിൽ ദുഃഖങ്ങളുണ്ട്, അതിനൊക്കെ പരിഹാരം കിട്ടുന്ന ഒരു മേഖലയുണ്ട്, അതാണ് സ്വർഗം. ആ സ്വർഗത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സൂറത്തുൽ മുഅ്മിനൂന്റെ തുടക്കത്തിൽ അല്ലാഹു പറയുകയാണ്, വിശ്വാസികളുടെ അടയാളങ്ങൾ പ്രത്യക്ഷത്തിലും പരോക്ഷമായും ഉൾക്കൊണ്ട് അതാരൊക്കെ പാലിക്കുന്നുവോ അവർക്കെല്ലാ വെളിച്ചവുമുണ്ട്. ജന്നാത്തുൽ ഫിർദൗസ്, അവർ ശാശ്വതമായി ജീവിക്കുന്നവരാണ്. പനി ബാധിച്ച ഒരുപാട് സഹോദരന്മാരുണ്ട്, സഹോദരിമാരുണ്ട്. ഗുളിക കഴിക്കേണ്ട സമയമായിട്ടുണ്ട്. പക്ഷേ ഡോക്ടറോട് അങ്ങോട്ട് പറഞ്ഞു, സാറേ നോമ്പുള്ളത് കൊണ്ട് വേറെ സമയത്ത് കഴിച്ചാൽ മതിയോ? ഡോക്ടർ പറഞ്ഞു മറ്റ് സമയത്ത് കഴിച്ചാൽ മതി. പത്യൊക്കെ പാലിച്ച് എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? എന്റെ സഹോദരന്മാരെ, പണമുള്ള സമ്പന്നന്മാര് മനസ്സിലാക്കണം, പാവപ്പെട്ടവരുണ്ട്, വളരെ വളരെ പ്രയാസപ്പെടുന്നുണ്ട്. ആ പ്രയാസപ്പെടുന്ന പാവപ്പെട്ടവനും ഉള്ള പണത്തിൽ നിന്ന് പാവങ്ങൾക്ക് നൽകുന്ന സമ്പന്നനും നാളെ സ്വർഗത്തിലെത്തുമ്പോൾ അവന്റെ കൽവിലൊരാശ, ആ പറന്നു പോകുന്ന പക്ഷിയെ ചുട്ടു തിന്നാൽ നല്ല രസമുണ്ടാകുമല്ലോ, ആ പറക്കുന്ന പക്ഷിയെ വെള്ളത്തിലിട്ട് പുഴുങ്ങി തിന്നാൽ നല്ല രസമുണ്ടാകും. രണ്ടു രൂപത്തിലും തിന്നാം. അറബികൾ പലപ്പോഴും ചുട്ടു തിന്നാറുണ്ട്, മലയാളികൾ അധികവും ചുടാതെയാണ് തിന്നാറുള്ളത്. വേറെ ചില ആളുകൾ അത് രണ്ടുമില്ലാതെ പച്ചയായി തിന്നുന്ന മിശ്രികളും ദുനിയാവിലുണ്ട്. ആ ആഗ്രഹത്തോടുകൂടി നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ പക്ഷി ആ വിശ്വാസിയുടെ മുമ്പിൽ വന്ന്, മൂമിനായ മനുഷ്യന്റെ മുൻപിൽ പക്ഷി അതാ വന്ന് വീഴുന്നു. വിശ്വാസി അതെടുത്ത് വായിൽ വെച്ച് നോക്കുമ്പോൾ അതിന്റെ പകുതി ചുട്ടതാണ്, അതിന്റെ പകുതി വെള്ളത്തിൽ വേവിച്ചതാണ്. കാരണം ആഗ്രഹങ്ങൾ രണ്ടെണ്ണമാണ്. അതുകൊണ്ട് ആ രണ്ടുമല്ല കബൂലാക്കി. വലക്കും ഫീഹാ മാ തസ്തഹി അൻഫുസുക്കും വലക്കും ഫീഹാ മാ തദ്ദഊൻ നുസുലം മിൻ ഗഫൂരിർ റഹീം. കരുണാവാരിധിയായ അല്ലാഹു വലിയ വലിയ സമ്മാനങ്ങൾ വിശ്വാസികൾക്ക് വെച്ചിരിക്കുകയാണ്. ഈ മാന്യമായ നിയമങ്ങളും മര്യാദകളും പാലിച്ച് അള്ളാഹുവിൻ്റെ യഥാർത്ഥ അടിമകളായി ജീവിക്കാൻ അവൻ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസിയുടെ അടയാളങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ ചർച്ച, വളരെ ചെറിയ ചർച്ച, ഞാൻ കണ്ട എൻ്റേതായ വഴിയിലൂടെ നടത്തിയ ഒരു ചർച്ച. പോരായ്മകളുണ്ടാകാം. എല്ലാ വിജയങ്ങൾക്ക് വേണ്ടി നാം ദുആ ചെയ്യുക. കുറേ ആളുകൾ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക, ദുആ ചെയ്ത് നമുക്ക് പിരിയാം. الحمدلله رب العالمين اللهم صل على حبيبك سيدنا محمد وعلى آله وأصحاب سيدنا محمد نسألك اللهم يا ربنا ويا إلهنا
أن تجعلنا وتجعل أولادنا وأحبابنا ومن حضر في هذا المجلس من عبادك الصالحين الفائزين المتقين يا رب العالمين. اللهم إنك تعلم ذنوبنا فاغفرها وتعلم عيوبنا فاسترها وتعلم حاجاتنا فاقضها وتعلم أمراضنا فاشفها إنك على كل شيء قدير. അർഹമുർറാഹിമീനായ രാജസയ്യിദായ റബ്ബേ, ഈ മജ്ലിസിൽ സന്നിഹിതരായ ഞങ്ങളെല്ലാവരെയും നിന്റെ യഥാർത്ഥ അടിമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അടിമകൾക്ക് ചേരാത്ത വല്ല ഗുണങ്ങളും വല്ല പോരായ്മകളും ഞങ്ങളിൽ വന്നു പോകുന്നെങ്കിൽ നീ മാപ്പാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പ്രദേശങ്ങൾ ദീനുൽ ഇസ്ലാമിൻ്റെ ചൈതന്യം മുറ്റി നിൽക്കുന്ന പഴയ കാലം മുതൽക്കേ ദീനിൻ്റെ പ്രകാശമുള്ള നല്ല നാടുകളാണ്. ഈ നാടുകളിൽ ഇസ്ലാമിൻ്റെ ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. മുസ്ലിമീങ്ങളെ നീ